കേരളത്തിൻ്റെ അഭിമാനമായ MT വാസുദേവൻ നായർ 2024 ഡിസംബറിൽ ഒരു ക്രിസ്മസ് ദിവസമാണ് അന്തരിച്ചത്. ഏറെ പരമോന്നത അവാർഡുകൾ, ഭാരത അവാർഡുകൾ നേടിയിട്ടുള്ള MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചില പരാമർശങ്ങൾ കേരളത്തിൻ്റെ ജനാധിപത്യത്തെപ്പറ്റി നടത്തുകയുണ്ടായി. ഇന്നത്തെ വിഷയം MT വാസുദേവൻ നായർ ഇന്നത്തെ ജനാധിപത്യത്തിൽ എന്നതാണ്. അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യച്യുതിക്ക് കാരണമെന്ന MT വാസുദേവൻ നായരുടെ കണ്ടെത്തൽ അത്ര പുതിയതൊന്നും ആയിരിക്കില്ല. രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലെത്തി ആധിപത്യമോ സർവാധിപത്യമോ സ്ഥാപിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ നാട്ടിൽ അധികാരം എന്നത് ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടി എന്ന MT വാസുദേവൻ നായരുടെ വിമർശനം അറപ്പുളവാക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിൽ പറയേണ്ടത് തന്നെയാണ്. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണമെന്നും ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും MT വാസുദേവൻ നായർക്ക് 2024 വർഷാരംഭത്തിൽ പറയേണ്ടി വന്നു. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്ന മാന്യന്മാരുടെ പൊതുതത്വത്തെ ഇന്ന് എല്ലാ അധികാര മേഖലയും അവഗണിക്കുകയാണ്. ഇന്നത്തെ ജനാധിപത്യത്തിൽ കൂടുതൽ വോട്ട് ബാങ്കുള്ളവരുടെ ജാതി നോക്കി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും വോട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുക വഴി ജാതി പരിഗണനകൾ മാത്രമായി സംസ്ഥാന ജനാധിപത്യം മാറുന്നു എന്നത് MT വാസുദേവൻ നായർ പറയാതെ തന്നെ ശ്രദ്ധേയമാണ്. MT വാസുദേവൻ നായർ എഴുതി തയ്യാറാക്കി വായിച്ച പ്രസംഗത്തിൽ അദ്ദേഹം ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമായി മാറ്റാൻ പോരാടിയ വ്യക്തി എന്ന് പ്രതിപാദിച്ചത് EMS നമ്പൂതിരിപ്പാടിനെയാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പേരിലും നമ്പൂതിരിപ്പാട് എന്ന് കാണാം. കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അളിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കാതിരുന്ന MT വാസുദേവൻ നായരുടെ പേരിലും അവസാനം നായർ എന്ന് കാണാം. ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ആരോഗ്യ നിലവാരമുള്ള കേരള സമൂഹത്തിന് രാഷ്ട്രീയ മൂല്യച്യുതിയെ പറ്റി പറയുമ്പോൾ അതിന് കാരണമായത് അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവമാണ് എന്ന ഒഴുക്കിൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു എന്ന് MT വാസുദേവൻ നായർ എന്ന ഈ നായർക്കും വിളിച്ചു പറയേണ്ടി വരുന്നു. അതെ, തീർച്ചയായും MT വാസുദേവൻ നായർക്ക് രാജാവ് നഗ്നനാണ് എന്ന ഗതികെട്ട ജനാധിപത്യ സംസ്ഥാനത്തിനോട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ വിളിച്ചു പറയേണ്ടി വന്നു. ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയണമെന്ന് എന്നോന്നു അത് പറഞ്ഞു എന്നുള്ള MT വാസുദേവൻ നായരുടെ അക്കാലത്തെ വചനങ്ങൾ ഈ ജനാധിപത്യ സംസ്ഥാനത്തിലെ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം തന്നെയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.